ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന ഭാഗം 1 രാജാക്കന്മാർ 8-ന്റെ 62 മുതൽ 66 വരെയുള്ള ഭാഗങ്ങളിൽ ഇത് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ദിനവൃത്താന്തകാരൻ വീണ്ടും ആ കാര്യം ജനത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഇവിടെ എഴുതി രേഖപ്പെടുത്തുകയാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശലോമോൻ്റെ ദീർഘമായൊരു പ്രാർത്ഥന നമ്മൾ കണ്ടു. സകലജനങ്ങളെയും തന്നെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നടത്തിയ ദീർഘമായ പ്രാർത്ഥന. അതിനുശേഷം 7-ാം അധ്യായത്തിൽ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ അദ്ദേഹം ഇവിടെ നടത്തുകയാണ്. ശലോമോൻ്റെ ദീർഘമായ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലിയെ ദഹിപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു. 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിരുന്നു. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ബലിയർപ്പിച്ചപ്പോൾ, ബാലിൻ്റെ പുരോഹിതന്മാരുമായി വെച്ച പന്തയത്തിൽ ബലിയർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അത് ദഹിപ്പിച്ചതായി. അഗ്നി എന്നുള്ളത് ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യത്തെയാണ് സൂചിപ്പിക്കുക. നമുക്കറിയാം, നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അഗ്നി. സ്ത്രീഹന്മാരുടെ മേൽ അഗ്നിനാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ച കാര്യവും അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ശലോമോൻ്റെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ദഹനബലി അഗ്നി ഇറങ്ങി ഇവിടെ ദഹിപ്പിക്കുകയാണ്. ഇതിൽ വായിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ അങ്ങ് നിറഞ്ഞു. അതുകൊണ്ട് പുരോഹിതന്മാർക്ക് പോലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ മഹത്വം ഇത് നിറയുമ്പോൾ അവിടെ മേഘം വരുമെന്ന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടു. മേഘം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും കാണത്തില്ലല്ലോ. അത്രമാത്രം ഈ ദേവാലയത്തെ മേഘം കൊണ്ടുവന്ന് മൂടി ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യം അവിടെ നിറഞ്ഞുവെന്നാണ്. ഇന്നത്തെ ഇസ്രായേൽ ജനം സാഷ്ടാംഗ പ്രണാമം അവിടെ നടത്തുന്നു. ശലോമോനും ജനങ്ങളും കൂടി അവിടെ യാഗാദി കർമ്മങ്ങൾ അർപ്പിച്ച് ബലിയർപ്പിച്ച് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ അവിടെ നടത്തുകയാണ്. പിന്നെ നമ്മൾ വായിക്കുന്നു, പുരോഹിതന്മാർ നിന്നതിന് അഭിമുഖമായി ലേവ്യർ സംഗീതോപകരണങ്ങളുമായി നിന്നു. ദാവീദ് ഉണ്ടാക്കിയതായ ആ സംഗീതോപകരണങ്ങളുമായി നിന്ന് ദൈവത്തെ അവർ പാടി മഹത്വപ്പെടുത്തുകയാണ്. പാടി മഹത്വപ്പെടുത്തിയപ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ അവർ പറഞ്ഞു, കർത്താവിൻ്റെ കൃപ ശാശ്വതമാണെന്ന് പാടി സ്തുതിച്ചു. അപ്പോൾ പുരോഹിതന്മാർ കാഹളമൂതി. അവർ അഭിമുഖമായി നിൽക്കുകയാണ്. ഒരു വശത്തെ ലേവ്യർ നിന്ന് സങ്കീർത്തനം ആലപിക്കുമ്പോൾ ഇപ്പോഴത്തെ പുരോഹിതന്മാർ നിന്ന് കാഹളമൂതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ശലോമോൻ ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 8-ാം വാക്യം നമ്മൾ വായിക്കുന്ന, 7 ദിവസം അദ്ദേഹം ഉത്സവമായി ആചരിച്ചു. 7 എന്നുള്ളത് നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിലെ പൂർണ്ണതയുടെ സംഖ്യയാണ് നമുക്കറിയാം. 8-ാം ദിവസം സമാപന സമ്മേളനം അവിടെ നടത്തുകയാണ്. 11 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നത്, കർത്താവ് വീണ്ടും ശലോമോന് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇത് 1 രാജാക്കന്മാർ 9-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. രാത്രിയിൽ ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ട അവനോട് പറയുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിൻ്റെ ആലയത്തെ നീ ഇപ്പോൾ പണിത് സമർപ്പിച്ച ദേവാലയത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജനത്തിൻ്റെ പാപം മുഖാന്തരം ഇനി ബാധയോ പ്രതിസന്ധികളോ ജനത്തിനുണ്ടാകുമ്പോൾ ഈ സ്ഥലത്ത് വന്ന് നിന്ന് ജനം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഞാൻ കേൾക്കും. ഈ സ്ഥലം ഞാൻ വിശുദ്ധീകരിച്ച് എനിക്ക് എൻ്റേതായി വേർതിരിച്ചതിനാൽ എൻ്റെ കാതും എൻ്റെ എല്ലാ സാമീപ്യവും എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. ഏത് സമയത്തും ഇവിടെ വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നടന്ന പ്രാർത്ഥനയെ ഞാൻ സ്വീകരിച്ചിരിക്കുമെന്ന് ദൈവം ഇവിടെ ശലോമോൻ ഇവിടെ പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ഈ സ്ഥലത്തു നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എൻ്റെ കണ്ണും കാതും ഒക്കെ തുറന്നിരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അത്രമാത്രം ദൈവത്തിൻ്റെതായ ആലയത്തെ ദൈവം ശുദ്ധീകരിച്ച് ഇവിടെ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ പുതിയ നിയമത്തിൽ ഈ ദേവാലയം നമ്മൾ തന്നെയാണെന്ന് നമുക്കറിയാം.
നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം കണ്ണും കാതും അടയ്ക്കുകയില്ല. നമ്മുടെ പ്രശ്നം നമ്മളിൽ പാപം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവൃത്തിപരമായി ചെയ്യുന്നില്ലാവാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നുവോ എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം കണ്ണടയ്ക്കും. നമ്മുടെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ അതിൽ നിന്ന് ആ ദേവാലയത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അതിന് നേരെ ദൈവം കണ്ണും കാതും അടയ്ക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിശുദ്ധമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമുക്കിടയായിത്തീരണം. എന്നിട്ട് അവനോട് പറയുന്നു, ദാവീദിനെ പോലെ, നിന്റെ പിതാവായ ദാവീദിനെ പോലെ നീ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നാൽ നിന്റെ സിംഹാസനം ഞാൻ ശാശ്വതമാകും. അവിടെ രാജാവായി വാഴുവാൻ തക്കോളം നിനക്ക് സന്തതിയില്ലാതെ പോവുകയില്ല. നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തലമുറകളായി അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയുന്നു. എന്നാൽ അതിനു പകരം എന്നെ നീ വിട്ട് അന്യദേവന്മാരെ ആരാധിക്കാനും സേവിക്കാനും നീ തുടങ്ങിയാൽ നീ ഇല്ലാതെ പോകും. നിൻ്റെ ഈ സിംഹാസനവും എല്ലാം നശിച്ചു പോകുമെന്ന് ദൈവം വലിയ മുന്നറിയിപ്പും ശലോമോനോട് കൊടുക്കുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നീ ഒരു പഴഞ്ചൊല്ലിന് കാരണമായിട്ട് തീരും. ഇത് നശിച്ചു കഴിയുമ്പോൾ അതിനിടയാവാതെ നീ നിൻ്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ആചരിച്ച് നീ ഇവിടെ ജീവിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാരിലൂടെ പരിശുദ്ധ അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ലഭിച്ചതായ ദൈവത്തിൻ്റെ കൽപ്പനകളും ആ പ്രമാണങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിരന്തരമായി നമുക്കുണ്ടാകും, സംരക്ഷണം നമുക്കുണ്ടാകും. എന്ന് വിചാരിച്ചാൽ ജീവിത പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്നല്ല അർത്ഥം. ജീവിത പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രോഗങ്ങളായും കഷ്ടങ്ങളായും നഷ്ടങ്ങളായും ഒക്കെ വന്നേക്കാം. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെയും ഞാൻ നിങ്ങൾക്കൊരു സംരക്ഷകനായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്കൊരു സംരക്ഷകനായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. ആ വിശുദ്ധിയുടെ ഒരു അനുഭവത്തോടെ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ചിന്തകളും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.